സബ്സ്ക്രിപ്ഷൻസ് ചേച്ചി എടുക്കുന്നുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ പൊതുവേ ഒരു ബാഡ് ആയിട്ടാണ് കാണുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് 3-3.5 വർഷമായി. കുറേ പേര് അങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സബ്സ്ക്രിപ്ഷൻസിനെ പറ്റി പോലെ ഈ മെന്റാലിറ്റി വെച്ചാണ് പല കാര്യങ്ങളിലും. യു സീ എ വുമൺ മോസ്റ്റ് ഓഫ് ദ ടൈം സംവൺ സീയിങ് വാട്ട്സ് ഇൻസൈഡ് ഹർ ക്ലോത്ത്സ്, നോട്ട് ദ പേഴ്സൺ. എന്താണ് അംഗം അട്ടഹാസം മൂവിയെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ആക്ച്വലി ഇതിലൊരു ഗുണ്ടിയാണ്. ഞാൻ കണ്ടു ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നത്. മുറിക്കാൻ ഒരു റിബൺ ഉണ്ടെങ്കിൽ അത് മുറിക്കാൻ അവിടെ അന്നരാജൻ കാണും. ഞാൻ ഓൾറെഡി ആ ഗ്രൗണ്ട് ലെവലിൽ എത്തി, ബാഡ് ആക്ടർ എന്നുള്ള റെപ്യൂട്ടേഷൻ കിട്ടി. മലയാളം സിനിമയിൽ ഞാൻ ഇതുവരെ ഒരു ഓഡിഷൻ ചെയ്തൊരു റോൾ എനിക്ക് കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപി കരിയർ വൈസ് ഐ വോണ്ട് ഗെറ്റ് എനി ഹെൽപ്പ് അപ്പാർട്ട് ഫ്രം മൈ ലാസ്റ്റ് നെയിം. എൻ്റെ ഒരു ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും ആ TRP കിട്ടാൻ വേണ്ടി എൻ്റെ പേര് മാറ്റിയിടും, മാധവ് സുരേഷ് ഗോപി എന്നിടും. ബിക്കോസ് മാധവ് സുരേഷ് വോണ്ട് സെൽ, സുരേഷ് ഗോപി ഡസ്. ഈ ഒരു പേര് തന്ന ഹെൽപ്പ് അല്ലാതെ എൻ്റെ അച്ഛൻ എനിക്കൊരു ഫോൺ കോൾ പോലും ചെയ്യത്തില്ല. ഫസ്റ്റ് മൂവി ആണല്ലേ? ഫസ്റ്റ് മൂവി. ഈ ഒരു കൊറോണയുടെ ആദ്യത്തെ മൂവി ചെയ്യാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. എന്തൊരു ഇമോഷൻ ആയിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് മൂവി കണ്ടിറങ്ങി കഴിയുമ്പോൾ തോന്നുക? എനിക്ക് തോന്നുന്നു ഇതൊരു മാധവിൻ്റെ ഒരു ബെസ്റ്റ് കരിയർ പെർഫോമൻസ് മൂവിയാന്ന് തന്നെ എനിക്ക് പറയാം. ഹായ് എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് അംഗം അട്ടഹാസം മൂവിയുടെ വിശേഷങ്ങളായിട്ട് 3 ആക്ടേഴ്സ് ആണ്. ആദ്യം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം ദ ഇന്റർനെറ്റ് സെൻസേഷൻ, ദ വെരി ടാലന്റഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അനു ചേച്ചി. വെൽക്കം. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഭാവി വാഗ്ദാനമാണ്, മലയാള സിനിമയുടെ ഫ്യൂച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്ന മാധവ് സുരേഷ്. വെൽക്കം. അടുത്തതും ഒരു മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനം തന്നെയാണ് അംബിക. വെൽക്കം ടു ദി ഷോ. ഇതിൽ പുതിയതായിട്ട് വന്നേക്കുന്ന ആള് അംബികയാണ്. അംബികയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അംഗം അട്ടഹാസം മൂവിയെ കുറിച്ച് പറയാനുള്ളത്? മൂവിയെ കുറിച്ച് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ഡു ഇറ്റ് ബെറ്റർ, ബട്ട് ഐ ക്യാൻ ടോക്ക് അബൌട്ട് ദി എക്സ്പീരിയൻസ്. ആൻഡ് ആദ്യം ഞാൻ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ബിക്കോസ് ഫസ്റ്റ് ടൈം അല്ലേ, ഒന്നും അറിഞ്ഞൂടാ. ആൻഡ് ഫസ്റ്റ് ടേക്ക് തന്നെ കുറേ ഫസ്റ്റ് മൂവി ആണല്ലേ? ഫസ്റ്റ് മൂവി പ്രോപ്പർ. അപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ കുറേ തെറ്റി ഫുൾ നെർവസ് ആയിരിക്കായിരുന്നു. പക്ഷേ എൻ്റെ അനിയനെ ആക്ട് ചെയ്യുന്ന കിച്ചു, ഹി വാസ് ഭയങ്കര സപ്പോർട്ടീവ്. അപ്പോൾ പിന്നെ പതുക്കെ ലൈക്ക് ഗെറ്റ് ടു നോ ദ ക്രൂ ആൻഡ് ഓൾ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്നാൽ മാധവ് ഓൾസോ ലൈക്ക് കുറേ ടൈംസ് അറ്റ് ഗോ ടു ബി ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ലൈക്ക് എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ് ആക്ടേഴ്സാണ്, ഞാൻ മാത്രം പുതിയതായിട്ട്. ആൻഡ് ഹി വാസ് ലൈക്ക് നോ ഇറ്റ് ടേക്സ് ടൈം, യു ആർ ലേണിംഗ് എല്ലാം പറഞ്ഞ് ഐ വാസ് ലൈക്ക്. സോ ഈ ഒരു കൊറോണയുടെ ആദ്യത്തെ മൂവി ചെയ്യാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. നമ്മുടെ സീനിയർ ആക്ട്രസ് അനു ചേച്ചി. സീനിയർ ആക്ട്രസ് മൂന്ന് പേരിലെ ചേച്ചിയാണ്. അങ്ങനെ വെക്കുമ്പോൾ സീനിയറാണ്, ഏജ് വൈസ് അല്ല. അപ്പോൾ അംഗം അട്ടഹാസം പേര് കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. സോ എന്തൊരു ഇമോഷൻ ആയിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് മൂവി കണ്ടിറങ്ങി കഴിയുമ്പോൾ തോന്നുക? ഇതില് ഇമോഷൻസ് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അതിലൊരു ചെറിയൊരു ഭാഗമാണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ ഓളറോൾ എന്താന്ന് ഇവൻ പറഞ്ഞു തരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു മാധവിൻ്റെ ഒരു ബെസ്റ്റ് കരിയർ പെർഫോമൻസ് മൂവിയാന്ന് തന്നെ എനിക്ക് പറയാം. ഞാൻ കുറേയൊക്കെ കണ്ടായിരുന്നു, നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഫൈറ്റിംഗ് ഒക്കെ ഒന്നും പറയാനില്ല, അസാധ്യ ടൈമിങ്, ചാടുന്നതൊക്കെ എല്ലാ സീനും എല്ലാം എല്ലാവരും എനിക്കറിയാം. മാധവൻ എല്ലാവരും ട്രോളാറുണ്ട്. ഞാനും വരുമ്പോൾ തന്നെ ഇവൻ്റെ അടുത്ത് സ്വന്തമായിട്ട് ഞാനും ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ട്രോളൊന്നും ഈ സിനിമയിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവില്ല, കാരണം അവൻ അതൊക്കെ മറികടന്ന് അവൻ്റെ തന്നെ ഒരു ഭയങ്കര ഒരു എക്സെപ്ഷണൽ ആയിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ആയാലും എവറിത്തിങ് ആയാലും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ ലേഖ ജോൺ എന്നാണ്. ഞാൻ ആക്ച്വലി ഇതിലൊരു ഗുണ്ടിയാണ്. ഞാൻ കണ്ടു ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ഗുണ്ടിയായിട്ട്? അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു റോൾ എനിക്ക് തന്നതിൽ ഡയറക്ടറെ സുഹിത്തേട്ടനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ ഐ ആം അഗൈൻസ്റ്റ് ടു ആൽക്കഹോൾ, ഐ ആം അഗൈൻസ്റ്റ് ടു സിഗരറ്റ്സ് എല്ലാം. അപ്പോൾ എനിക്കിതിൽ സെറ്റിലൊരു ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവാണ് എനിക്ക് സിഗരറ്റ് എങ്ങനെ പിടിക്കണമെന്നും വലിച്ചെന്നൊക്കെ പഠിപ്പിച്ചു. ഗുരുവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഗുരുവിന് എന്തായാലും നന്ദിയുണ്ട്. അപ്പോൾ അത് കാരണം ഒരു വെറൈറ്റി, ഇതുവരെയും ചെയ്യാത്ത കരിയറിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തത് മാധവനോട് തന്നെ ചോദിക്കാം. മാധവ്, അപ്പോൾ കുമ്മട്ടിക്കളിക്കും JSKയ്ക്കും ശേഷം മാധവ് അഭിനയിക്കുന്ന മൂവിയാണ്. എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്?
ഞാനൊരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഉള്ള എൻ്റെ പ്രതീക്ഷ എന്താണ്, ആ സിനിമ നന്നായി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ അല്ലാതെ നത്തിങ് മോർ നത്തിങ് ലെസ്. ഇതിന്റെ റിലീസ് എടുക്കുമ്പോഴും എനിക്ക് അത്രയും തന്നെ ഉള്ളൂ. ലാലേട്ടനെ പോലെയാണോ? ലാലേട്ടനും ഏകദേശം മൂവി ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണ്? അങ്ങനെയും പറയാം. അത് പോലെയാണോ എന്ന് ചോദിച്ചാൽ മേ ബി യു ഹാവ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്, മേ ബി യു ഹാവ് സിമിലർ പെർസ്പെക്റ്റീവ്സ്. അതല്ലാതെ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു തോട്ട് വരുന്നത് അതിന്റെ പുറകെയാണെന്ന്. അല്ല, ഐ ജസ്റ്റ് ഫൈൻഡ് മോർ പീസ്ഫുൾ ഇൻ മൈ ലൈഫ്. കുറച്ചും കൂടി ഒരു സമാധാനത്തോടെ ജീവിക്കാൻ ഒരു രീതിയായിട്ട് ഞാൻ കണ്ടിരിക്കുക. അല്ല, സി ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, ഒരു പരിധി കൂടുതൽ അയ്യോ ഇത് എന്താവോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന നടക്കാനുള്ളത് നടക്കും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. പക്ഷെ നമ്മളത് ആലോചിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെ നടക്കത്തുള്ളൂ. നമ്മൾ പണി എടുക്കേണ്ട സമയത്ത് അതിനുള്ള പണി എടുക്കുക. വൺസ് ദാറ്റ്സ് ഡൺ, ഗിവ് യുവർ സെൽഫ് സം ഗ്രേസ്. നമ്മളൊരു മനുഷ്യനാണ്, നമ്മളൊരു മെഷീൻ അല്ല. കുറച്ചൊരു സ്നേഹം നമ്മളോട് തന്നെ കാണിക്കുക. ഗിവ് യുവർ സെൽഫ് സം മെന്റൽ പീസ്. റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് ആവും, അത്രേ ഉള്ളൂ. എന്റെ കയ്യിലുള്ള കാര്യമല്ലേ അത്. അങ്ങനെ പോസിറ്റീവ് ഹെഡ് സ്പേസ്, അത്രേ ഉള്ളൂ. അംബികനോട് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഡീഷൻ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഓഡീഷൻ കഴിഞ്ഞിട്ടല്ലേ ആണല്ലോ വന്നത്? ആക്ച്വലി പ്രോപ്പർ ഓഡിഷൻ അല്ലായിരുന്നു. സോ മാധവ് ചേട്ടൻ്റെ ബ്രദറിലോ ശ്രേയസ് ചേട്ടനും എൻ്റെ ഒരു ഫ്രണ്ട് ആൽവിൻ ആർ ലൈക്ക് റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ മൂവിയുടെ നായകനെ നോക്കുമായിരുന്നപ്പോൾ എൻ്റെ പടം അങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സുചേട്ടനെ കാണിച്ചപ്പോൾ ഈ മുഖമായിരുന്നു വേണ്ട നായിക. അപ്പം അങ്ങനെ ഞാൻ പൂനെയിൽ കോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എല്ലാ ടാസ്ക് എനിക്ക് ചെയ്യണം. ബിക്കോസ് ദ ക്യാരക്ടർ ലൈക്ക് സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ ക്യാരക്ടറിന്റെ റോളൊക്കെ അയച്ചായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. ഞാൻ നേരെ ട്രെയിലറിൽ ഒരു കുഞ്ഞു സീനിലേ ഉള്ളൂ, പക്ഷെ ഭയങ്കര എന്താ പറയാ, എല്ലാവരും നോട്ടീസ് ചെയ്യും. ഞാൻ ആലോചിച്ചു ഇതാരായിരിക്കും ഈ കുട്ടി എന്നുള്ളൊരു ഫാക്ട്. അങ്ങനെയാണ്. ഇപ്പൊ ഫസ്റ്റ് എന്റെ മൂവി അങ്കമാലി ഡയറീസിൽ എന്റെ കൂടെ ഒരു ചെറിയ ഷോട്ടേ ഉണ്ടായിരുന്നു. അതെ, ത്രൂ ഔട്ട് നമ്മള് മൂവി കഴിഞ്ഞിറങ്ങിയപ്പോൾ ചേച്ചിയുടെ പേരാണ് പറയുന്നത്. അന്ന ചേച്ചിയുടെ ഒരു ഫസ്റ്റ് ഓഡീഷൻ എക്സ്പീരിയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ഈസ് ഓൾമോസ്റ്റ് 7 or 8 years ബാക്ക്. അതെ അതെ അതെ. അങ്ങനെയൊന്നുമില്ല. അവിടെ പോയിട്ട് എല്ലാ റോളും ഐ മീൻ ഓരോരോ ആക്ഷൻസ് വരും, അത് ചെയ്യാൻ പറയും. ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ബൈ ബൈ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് കാരണം ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അങ്ങനെ ബട്ട് എൻ്റെ കൂടെ പക്ഷേ ചെമ്മൻ ചേട്ടനുണ്ടായിരുന്നു, സാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെല്ലാവരെയും കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാത്രം, അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അത് ഈ പടത്തിൽ സെലക്ട് ആവില്ല എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ടെൻഷൻ നാളെ ഡ്യൂട്ടിക്ക് കയറണം, അത് എന്ത് റീസൺസ് പറയണം എന്ന് മാത്രമായിരുന്നു അന്നത്തെ ടെൻഷൻ. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ഫീൽഡിലേക്കാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അത് ഈ ഗോഡ്സ് ഗ്രേസ്. അതെ. മാധവിന്റെ കേസിൽ വരുവാണെങ്കിൽ മാധവ് ഓൾറെഡി ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ലൈക്ക് ഓഡീഷൻസ് ഉണ്ടായിരുന്നു, അതോ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണോ? അല്ല, മലയാളം സിനിമയിൽ ഞാൻ ഇതുവരെ ഒരു ഓഡിഷൻ ചെയ്തൊരു റോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഫോർ ഓബ്വിയസ് റീസൺസ്. JSK എന്നുള്ളൊരു സിനിമ ഓഡിഷൻ കിട്ടിയിട്ടില്ലേ? അല്ല, ഓഡിഷൻസിൽ വഴിയല്ല ഞാൻ മലയാളത്തിൽ ഒരു സിനിമ പോലും ഇതുവരെ വന്നിട്ടുള്ളത്. വേറെ ഇൻഡസ്ട്രിയെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ബട്ട് എനിവേസ് ഞാൻ നെപ്പോ കിഡ്, സുരേഷ് ഗോപി സൺ ബ്ലാ ബ്ലാ ഓപ്പൺ ആയിട്ട് ഇതെല്ലാം പറയുന്നത്. ഇവ ഭയങ്കര കൂളാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഭയങ്കര കൂളാ. നമുക്ക് എന്തും സംസാരിക്കാം, നമുക്ക് എന്തും ട്രോളാം. അതിലിരട്ടി നമ്മൾ ട്രോളും, എന്നാലും നമ്മൾ ട്രോളും. നമ്മുടെ ഫാക്ട് ആണല്ലോ അത്. ഭയങ്കര ഓബ്വിയസ്. അച്ഛൻ ഇങ്ങനെ ഒരു ആക്ടർ ആയതുകൊണ്ടാണ് എനിക്കൊരു ഫസ്റ്റ് അവസരം കിട്ടുന്നത്. അച്ഛൻ്റെ നെയിം സിമിലാരിറ്റി, ഫേസ് സിമിലാരിറ്റി, സംതിങ് അത് മാർക്കറ്റബിലിറ്റി അതിൽ കണ്ടിട്ട്. ഇപ്പൊ ഗോകുലേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് കിട്ടിയിട്ടുള്ളത് മാധവനാണെന്ന്. ഐ തിങ്ക് ദാറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. കാര്യം എനിക്ക് അച്ഛന്റെ ഹൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ബാക്കി എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സും നോക്കിയാലും കൂടുതലും ചേട്ടനാ. ആൻഡ് അച്ഛൻസ് പേഴ്സണാലിറ്റി ഐ തിങ്ക് ഒരു 80% റബ് ഓഫ് വെയിറ്റ് ഉള്ള ചേട്ടന് തന്നെ. ഞാൻ കൂടുതൽ അമ്മയെ പോലെ അല്ല, വേ ഓഫ് ടോക്കിംഗ്, സംസാരിക്കുമ്പോ മേ ബി ഇപ്പൊ ശബ്ദം ആ ഒരു ജനറ്റിക് കോഡിങ്ങിൽ വരുന്നതാണ്. ഫേസ് ഈ മുഖത്തിൽ നിന്നല്ല ഈ വാക്കുകൾ വരുന്നത്, അവിടെ ആ ഒരു ജനറ്റിക് കോഡിങ് കൊണ്ട്. അപ്പൊ ആ സിമിലാരിറ്റീസ് അങ്ങനെ എനിക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു നോട്ടീസ് മൈ സിമിലാരിറ്റീസ് വിത്ത് മൈ ഫാദർ എവറി സിംഗിൾ ടൈം. അങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമല്ല അത്. ബട്ട് അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ സി ഐ ഗോട്ട് മൈ ഫസ്റ്റ് മൂവി ബിക്കോസ് ഐ വാസ് എ സൺ. സെക്കൻഡ് മൂവി അതിന്റെ കൂടെ വന്നതാണ്. സെക്കൻഡ് മൂവി എങ്ങനെയായിരുന്നു ക്രൗഡ് റിസീവ് ചെയ്തെന്നുള്ളതും കാൺ ഈവൻ ബ്ലെയിം ദം. ഇറ്റ് വാസ് എ ടെറബിൾ മൂവി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിൽ ഒരു മൂന്നാമത്തെ സിനിമ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആൻഡ് ദാറ്റ്സ് അങ്കമട്ടഹാസം ഫോർ മീ. സോ ദിസ് വാസ് ലൈക്ക് ദ ഓപ്പർച്യൂണിറ്റി ഐ ഗോട്ട്. എനിക്ക് പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് നോ പോയിന്റ്. ദിസ് ഇസ് മൈ ഫൈനൽ ഓപ്പർച്യൂണിറ്റി പോലെയാണ് എനിക്കത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ
അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ അല്ല. റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതെന്റെ 3ാമത്തെ സിനിമ. ഇനി 4ാമത്തെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ ഫൈനൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ കാണത്തുള്ളൂ. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ. കാര്യം until my 5th movie starting, I only have 4 movies. Until my 4th movie starts in this case, എന്റെ 3ാമത്തെ സിനിമയിൽ എന്റെ കരിയർ ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് ഇന്നിരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നാളെ ഈ സിനിമ എനിക്ക് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ആർക്കും പറയാൻ പറ്റില്ല. Living in the present, hoping for a better future. That's all I do. ഇനോഗ്രേഷൻ ഉണ്ടെന്ന് അറിയാണ്ട് ലാസ്റ്റ് ഇനോഗ്രേഷൻ ആയിട്ടാണ് റിബൺ കട്ട് ചെയ്യണം. കേരളത്തിൽ മുറിക്കാൻ ഒരു റിബൺ ഉണ്ടെങ്കിൽ അത് മുറിക്കാൻ അവിടെ അന്നരാജൻ കാണും. അതെ, അന്ന ചേച്ചി മോർ എക്സൈറ്റഡ് ഫോർ ഇനാഗ്രേഷൻസ് ദാൻ മൂവീസ്. പണം കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും എത്ര ഓണസ്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഫിൽറ്റേഴ്സ് ഒക്കെ പോയെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു പരിധി കൂടുതൽ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തന്നെ അയ്യോ ദൈവം ഇങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ മനസ്സിലൊരു ഇമേജ് ഉള്ളത്. പക്ഷെ അത് ഇവിടെ ബ്രേക്ക് ആയി പോയി. നമുക്ക് നമ്മളെ പറ്റിയൊരു അവബോധം നല്ലതാണ്. ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ഭയങ്കര എന്താ പറയാ, ഇടുന്ന റീൽസ് ഒക്കെ ഭയങ്കര വൈറലാണ്, കുറെ പോപ്പുലാരിറ്റി ഉണ്ട്. ലൈക്ക് ഇതുപോലെ തന്നെ അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ ആ ഒരു ഫെയിം മെയിൻറ്റെയിൻ ചെയ്യുന്ന ചേച്ചിനെ മൂവി കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതൊരു ഫാക്ടർ ആണോ? ഇൻസ്റ്റാഗ്രാമും മൂവിയും തമ്മിൽ ഒരു രീതിയിലുള്ള ഒരു ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു വേറൊരു വേൾഡാണ്. അത് നമുക്ക് ഒരിക്കലും മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തു എന്ന് കരുതി ഒരിക്കലും മൂവി കിട്ടുമെന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ കിട്ടുകയുമില്ല. അത് അഭിനയ കഴിവുണ്ടെങ്കിലും മാത്രമേ മൂവി കിട്ടത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് സിനിമയുടെ സക്സസ് റേറ്റും പെർഫോമൻസ് ലെവൽ അനുസരിച്ചാണ് നമുക്ക് അടുത്ത മൂവി കിട്ടത്തുള്ളൂ. അതൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേടിയായിരുന്നു ഇൻസ്റ്റാഗ്രാം. എനിക്ക് ആ ഒരു വേൾഡ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് എങ്ങനെയോ അതിൽ കയറി പറ്റി. പിന്നെ ഞാൻ അതിനു വേണ്ടി മെനക്കെടാറൊന്നുമില്ല. ഓരോ ഇനോഗ്രേഷൻസിൻ്റെ സമയത്ത് നമ്മൾ ഓരോരോ ഫോട്ടോഗ്രാഫേഴ്സ് വരുമ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഓരോ റീൽസും ഫോട്ടോസ് ആയാലും ഞാൻ കൊടുക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറിന് മാക്സിമം ഒരു 15 മിനിറ്റ്സാണ്. ആ 15 മിനിറ്റ്സിൽ ഞാൻ ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ് പറയും. പോകുന്ന വഴിയിൽ ഒരു അമ്പലം കാണും, അല്ലെങ്കിൽ സ്റ്റെപ്പ് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കാണുമ്പോൾ ഒരു 10-15 മിനിറ്റ്സ് മാക്സിമം ഞാൻ അവർക്ക് കൊടുക്കുള്ളൂ. അതിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും ഐഡിയും ഞാൻ അപ്പോൾ തന്നെ പറയും, അത് അവർ ചെയ്യും, ഞാനത് പോസ്റ്റ് ചെയ്യും. അതെ ചേച്ചി, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് ഇത് അൺകംഫർട്ടബിൾ ആണോ എന്നറിയില്ല, സബ്സ്ക്രിപ്ഷൻസ് ചേച്ചി എടുക്കുന്നുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ പൊതുവേ ഒരു ബാഡ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് പോസിറ്റീവായിട്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് 3-3.5 വർഷമായി. അതെ, അതിന്റെ പോസിറ്റീവ് സൈഡൊന്നുമില്ല. നമുക്ക് ആദ്യം നമ്മുടെ മൊബൈൽ വന്നപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല, അതിന് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം മൊബൈൽ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാത്തിനും ഒരു ഗുഡ് ആൻഡ് ബാഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈഫൈ, നെറ്റ്, ഇന്റർനെറ്റ് വന്നപ്പോൾ എന്തായിരുന്നു, കമ്പ്യൂട്ടർ പബ്ലിക് റൂമിൽ വെക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും യൂസ് ചെയ്യുന്ന രീതി അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. കുറേ പേര് അങ്ങനെ ചെയ്യുന്നത് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അല്ല, അതിന്റെ ഒരു പോസിബിലിറ്റി ആൾക്കാർ അല്ല, എല്ലാവരും ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ വന്നാലും നമുക്ക് എനിക്ക് തോന്നണു അവിടെ ഒരു ചാറ്റ് ഉണ്ട്. ആ ചാറ്റിൽ നോക്കുന്ന ചേച്ചി ഇതിലൊന്നും ഇല്ലല്ലോ, ഇതിലും നല്ലത് നീലക്കുയിലും ഇട്ടുള്ള സാധനങ്ങളുണ്ടെന്നുള്ള പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്ട് തന്നെ അവര് ബാക്കിയുള്ള നമ്മുടെ ആൾക്കുള്ള എന്റെ മോനെ പാവം അന്ന കൊച്ച് അറ്റ്ലീസ്റ്റ് നിന്നോട് എന്തൊരു ഹായ് പറയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ്സ് ഗെറ്റിംഗ് ഗുഡ് എമൗണ്ട്, അതും ഒരു ഫാക്ടറാണ്. ഞാനൊരു 3 വർഷമായിട്ട് ഞാനത് യൂഷ്വലി പോയിക്കോട്ടെ. പിന്നെ ഓർത്ത് എന്താണ് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങോട്ട് ഇട്ടാൽ കുറച്ചും കൂടി എമൗണ്ട് കിട്ടുന്നു. നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് എന്തിനാ ആൾക്കാർ വ്യൂ കിട്ടുന്നു, അതേ വ്യൂ. ഞാൻ സബ്സ്ക്രിപ്ഷനിൽ ഞാനത് കുക്കിംഗ് വീഡിയോ ഒക്കെയാണ്. അല്ല, അതും ചെയ്യാം. പക്ഷെ ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നല്ലത് പറയിക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇവിടെയും തൊട്ട് ഇവിടെ വരെ എത്തി. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ, സബ്സ്ക്രിപ്ഷൻസിനെ പറ്റി പോലെ ഈ മെന്റാലിറ്റി വെച്ചാണ് പല കാര്യങ്ങളിലും. You see a woman, most of the time someone seeing what's inside her clothes, not the person. അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ പിന്നെ ആരും പറയാൻ പറ്റത്തില്ല, കാരണം ചിലവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിടുന്നത് വേറെ കുറേ സാധനങ്ങളാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ തന്നെ ആ പേജ് കളയും, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ ഇവൻ അത്രയും തന്നെ ആലോചിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ഹാസ് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതവർ അലോ ചെയ്യത്തില്ല. അത് ഓരോ നാട്ടിലും ഓരോ റെസ്ട്രിക്ഷൻ ആണ്. നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് വേറെ. ഇപ്പൊ ഞാൻ പറയാം, ഒരു മെസ്സേജിൽ ഒരുത്തൻ എന്തോ ഒരു ബാഡ് കമൻറ്റ് ഇട്ടു. അപ്പം ഞാൻ നിൻ്റെ വീട്ടുകാരെ സ്മരിക്കണു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എൻ്റെ ആ പേജ് പോയി. എനിക്ക് ഇൻസ്റ്റാഗ്രാം വാണിംഗ് തന്നു. സോ അത്രയുമാണ് നമുക്ക്, അത്രയും കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ബിഗ് ഡീൽ. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇടാണ്ട് നേരെ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നു, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, മനസ്സിലായി.
ഇനി നമ്മൾ കുറച്ചു കാലം ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം മാധവ് ആക്ടറൊക്കെ ആവുന്നതിന് മുമ്പ് കുട്ടിക്കാലത്തൊക്കെ ഉള്ള സമയം, ഇതിപ്പോൾ വേനലവധി കാലത്തിൻ്റെ സമയമാണല്ലോ, ആ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? അതായത് അച്ഛൻ മാത്രമാണ് അപ്പോൾ തിരക്കുള്ളൂ, ഗോകുലുണ്ട് വീട്ടിൽ, ബാക്കിയുള്ളവരും ഉണ്ട്, അമ്മാസ് ബോയ്? നോട്ട് റോങ്. അങ്ങനെ ഇപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ 7 years ഏജ് ഗ്യാപ്പ് ഉണ്ട്. സോ വെൻ ഐ വാസ് 5, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ ഹോസ്റ്റലിലോട്ട് പള്ളിക്കൂടം സ്കൂളിൽ പഠിക്കാനായിട്ട് കോട്ടയത്തോട്ട് മാറുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടനായിട്ട് എനിക്കൊരു റെഗുലർ ഇന്ററാക്ഷൻ ഉണ്ടാവുന്നത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു നമ്മുടെ ഡൈനാമിക്കിൽ. ഞാൻ 5 വയസ്സ് തൊട്ട് 8-9 വയസ്സ് വരെ ചേട്ടനെ അവിടെ കോട്ടയത്ത് അവധിയുള്ള സമയത്ത് മാസത്തിലൊരിക്കൽ പോയി കാണുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. You can assume how important an elder brother is for a younger brother. വളർന്നു വരുന്ന സമയത്ത് ചേച്ചിമാരും ഞാനും ഒരേ സ്കൂളിലായിരുന്നു, പിന്നെ 2 years and 4 years apart respectively. We don't have a lot of time. ഇപ്പോഴും നമുക്ക് പറ്റിയ എല്ലാവരും 6 പേരും ഒന്നിച്ചിരുന്ന സമയം സ്പെൻഡ് ചെയ്യുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. മോസ്റ്റ്ലി ബിക്കോസ് അച്ഛൻസ് ബിസി. പക്ഷെ അച്ഛനും അമ്മയും ഉള്ളിടത്ത് പോലും ഇപ്പോൾ നമുക്ക് കിഡ്സിനെ ഷോ ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. വളർന്നു വരുന്ന സമയത്തും I can't say it was much different. അതായത് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ തൊട്ട് ഫാമിലി സ്കാറ്റേർഡ് ആയിട്ട് അവരവരുടെ ഓരോ കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നത് സിൻസ് ഐ വാസ് ലൈക്ക് 10. അപ്പം എൻ്റെ തൊട്ട് മുകളിലത്തെ ആൾക്ക് 12 വയസ്സാണ്, അതിൻ്റെ മുകളിലത്തെ ആൾക്ക് 14 വയസ്സ്, ചേട്ടന് 17 വയസ്സാവുന്നേ ഉള്ളൂ. ബട്ട് സിൻസ് ദാറ്റ് ടൈം ചേട്ടൻ്റെ കോളേജ് കയറി, അത് കഴിഞ്ഞ് ചേച്ചി കോളേജിൽ കയറി, അത് കഴിഞ്ഞ് അടുത്ത ചേച്ചി കോളേജിൽ കയറി, എല്ലാവരും ഒന്നിച്ചുള്ളൊരു സമയം എനിക്ക് ലാസ്റ്റ് ഓർക്കാൻ പറ്റുന്ന വാസ് പ്രോബ്ലി എ വെക്കേഷൻ ഇൻ 2012 ഐ തിങ്ക്. 12 or 11. അതിന്റെ അപ്പുറത്തോട്ട് അങ്ങനെ മെമ്മറി ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ചൈൽഡ്ഹുഡ് മെമ്മറി? ടു ബി ഫ്രാങ്ക്, നോ. അത് വിത്ത് നോ ഡിസ്റെസ്പെക്ട് ഇന്റൻഡഡ്. എനിക്ക് ഒരു പരിധിക്കുള്ള ഓർത്തെടുക്കാനും അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെമ്മറി ആയിട്ടില്ല. ഐ ഫീൽ ലൈക്ക് ബിക്കോസ് ഓഫ് ഹൗ റയർ ദ ടൈം വാസ്, നമുക്ക് 6 പേരായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ടൈം അത്രയും റയർ ആയതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് എവറി മൊമെന്റ്, ഈവൻ ദ നെഗറ്റീവ് വൺസ്, നമുക്ക് വഴക്കുണ്ടാവുന്ന ഒരു ദിവസവും എനിക്ക് മെമ്മറബിൾ തന്നെയാണ്. കാര്യം അത്രയും കുറവ് സമയം കിട്ടിയിട്ടുള്ളൂ എല്ലാവർക്കും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കേ, അംബിക ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി? കുറെ നേരമായിട്ട് അവിടെ പോസ്റ്റ് ആയിരുന്നു, കേട്ടോണ്ടിരിക്കുന്നു. പറഞ്ഞോളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആരോണോ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ I don't have any like specific memories like that. ഇല്ലല്ലേ. ഒന്നാമത് എനിക്ക് ഇന്നലെ നടന്ന കാര്യം മറന്നു. എന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിരുന്നു. ഇവിടെ ഭയങ്കര വെയ്റ്റ് ക്വസ്റ്റ്യൻ ആയി പോയത്. ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഫ്രം എനിത്തിങ് അവിടെ ഇപ്പോൾ 21 years ആ ചൈൽഡ്ഹുഡ് ഭാഗങ്ങളില് എനിക്ക് അറിയില്ല. ഇവിടെ എനിക്ക് അറിയാലോ, ഡീറ്റെയിൽസ് അറിയാം. അന്ന ചേച്ചി എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആക്ട്രസ് ആയി കഴിഞ്ഞതിന് ശേഷം? അങ്ങനെ പ്രത്യേകിച്ച് മിസ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഒരു 1 year മുമ്പ് മരിച്ചുപോയി. അയ്യോ. സോ ഇറ്റ്സ് എ ബിഗ് ലോസ്. ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് ഗ്യാങ് ഒന്നും ഇല്ല. എനിക്ക് ആ കൂടെ ഒരൊറ്റ ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ. സോ ഫെൽറ്റ് അലോൺ. സോ അത് എനിക്കൊരു ഒരു ഡിഫറൻസ് ലൈഫിൽ വന്നേ. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വേറൊരു ആംഗിളിൽ കൂടെ കാണാൻ നോക്കിയത്. പക്ഷെ അന്ന് വരെ നമുക്ക് ലൈഫിൽ എന്തുണ്ടെങ്കിലും ഇവളുണ്ടല്ലോ, ഒക്കെ ക്രൈം പാർട്ട്ണർ എന്നൊക്കെ ഇവളുണ്ടല്ലോ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഈവൻ ഇനോഗ്രേഷൻ സിനിമയൊന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അല്ല പൈസയുടെ കാര്യം പറയണം, അതാണല്ലോ. അതില്ലെങ്കിൽ നമുക്ക് എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിട്ട് ഒരു പപ്സും ചായയും വാങ്ങിച്ച് കുടിക്കും. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്നൊരു ഒരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. സോ അവൾ പോയി കഴിഞ്ഞപ്പോൾ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ട് മാറി. ഫ്രണ്ടിന്റെ പേര് പ്രിയങ്ക. സോ എത്ര വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്? ആക്ച്വലി കുട്ടിക്കാലം മുഴുവൻ അറിയാം. പക്ഷെ ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നില്ല. ഞങ്ങളൊരു കൊറോണ സമയത്ത് അവളെ നെയ്ബറായിട്ട് വന്നു, ഞാൻ അവളുടെ നെയ്ബറായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബോണ്ടാണ്. ബട്ട് അതൊരു അൺബ്രേക്കബിൾ ബോണ്ടായിരുന്നു. ബട്ട് ഏത് രാത്രിയിലും വിളിച്ചാൽ എന്താടി എന്ന് പറയാൻ ഒരാളുണ്ടത് ലൈഫിൽ ഏറ്റവും വേണ്ടതാണ്. സോ അത് പോയി കഴിഞ്ഞപ്പോഴാണ് ലൈഫ് ഒന്ന് മാറി ചിന്തിച്ചതും. ഐ മീൻ ലൈഫ് സെക്യൂർ ആവണം, ഹെൽത്ത് സെക്യൂർ ആവണം. അങ്ങനെയാണ് വെയിറ്റ് ഒക്കെ കുറച്ചതും. ഈ പടത്തിൽ എനിക്ക് നല്ല വെയിറ്റ് ആണ്. ശരിക്കും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈവൻ ഞാൻ ഇന്നലെ ട്രെയിലർ കണ്ടപ്പോഴും വേറെ രീതിയിലാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള. അതെ, എല്ലാം കൂടി നമ്മുടെ ലൈഫിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് കാരണം നമുക്ക് നോക്കി ഇനിയെങ്കിലും ഹെൽത്ത് നോക്കണം, വെയിറ്റ് കുറയ്ക്കണം, ഹെൽത്തി എല്ലാ രീതിയിലും, ഇമോഷണലി ഫിനാൻഷ്യലി എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടിരിക്കുക. മാധവിന്റെ ലൈഫിൽ അങ്ങനെ ഒരാളുടെ പേര് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം?
definitely Like one can't person. narrow it down to one. In terms of people who were there and are not here for multiple reasons, including death or a breakout, a fallout. ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. More than that, I think I can speak about my dogs who are not here. Oh. വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാനാണെങ്കിൽ ചേട്ടൻ്റെ ഹസ്കി ഉണ്ടായിരുന്നു. He passed away in November last year. How do I say this? ഞാൻ കൂടുതലും ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇത് അബ്നോർമലായിട്ട് തോന്നാം. അല്ല, എനിക്കൊരു അത് മനുഷ്യന്റെ അടുത്ത് normal പോലും ആണ്. പോയിരുന്ന് സംസാരിച്ച് അവരെന്നെ മനസ്സിലാക്കുന്നു എന്നുള്ള കൺവിക്ഷനെക്കാട്ടിലും എൻ്റെ ഈ പപ്പീസിന്റെ കൂടെ പോയിരുന്ന് സംസാരിച്ച് ഐ സംഹൗ ഗെറ്റ് എ കോൺഫിഡൻസ് ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് മീ മോർ ഫോർ സം റീസൺ. അപ്പം അങ്ങനെ രണ്ടുപേരുണ്ട്. ഇപ്പോൾ ഒരാളുണ്ട് രാജവാളൻ. അപ്പം അവനും ഇവനുമായിരുന്നു. ലൈക്ക് 2 dogs at home for the last like 3-4 years. അപ്പോൾ we lost him in November. I feel like that's a first thought that came to me. Even അന്നെ ഇതിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും. അതാ ഫ്രണ്ടിന്റെ ലോസ് പറഞ്ഞപ്പോഴും ഞാൻ ഇവിടെ എൻ്റെ ഒരു ലൂപ്പിലോട്ട് പോയി. ഞാൻ ഐ വാസ് തിങ്കിങ് അബൌട്ട് ബ്ലേഡ്. സോ മാധവ് പറഞ്ഞ ശരിയാണ്. കാരണം എൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തത് എൻ്റെ വീട്ടിലെ എൻ്റെ വൈറ്റോ എന്ന് പറഞ്ഞ മൈ പെറ്റാണ്. സോ ഇവൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചേ, ഇവൻ ഞാനിപ്പോഴും സംസാരിക്കണതും ഏത് ഒരു 3 മണിക്കായാലും രാത്രി അവനെ നോക്കി അവൻ ഓക്കെ ആണോ സേഫ് ആണോ, അവൻ്റെ ബെഡ് അവൻ്റെ ഇപ്പോൾ എൻ്റെ ടീമിനോട് ചോദിച്ചാൽ അറിയാം. ഇവൻ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഇവരോട് പറയണത്, നിനക്ക് ഫുഡ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ കഴിക്കുന്ന ഞാൻ ജോലിക്ക് പോകണ്ടേ, ഞാൻ ജോലിക്ക് വരല്ലേ നിനക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പം എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് അവനാണ്. സോ തിങ്ങി അവന് നമ്മുടെ കൂടെ അവർക്ക് എന്താണ് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. കുറെ കാലം നമ്മുടെ കൂടെ കുറച്ച് ലൈഫ് സ്പാനേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു പ്രയാസമാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് അവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നുള്ള ഒരു ഫീലാണ് ഏറ്റവും വലിയ അത് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ലൈഫിന്റെ ഒരു ചെറിയ ഭാഗമാണ് അവര്. ബട്ട് ഫോർ ദം വെയർ ദെയർ എൻറ്റയർ ലൈഫ്, അവരുടെ ലൈഫ് സ്പാൻ മൊത്തം അവർ സ്പെൻഡ് ചെയ്യുന്ന നമ്മളായിട്ട്. ആ ഒരു ട്രസ്റ്റ് നമുക്ക് തരുന്ന ഒരു ജീവിയാണത്. സോ that's my attachment towards animals. കുറച്ച് ഇമോഷണൽ. Yeah, definitely. ഇപ്പോഴും വീട്ടിൽ വരണം എന്നുള്ള ഒരു മെയിൻ ഫാക്ടർ അവനാണ്. ഓക്കെ, എനിക്ക് മാധവിന്റെ ഇപ്പൊ ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് ചോദിക്കണം തോന്നിയ ഒരു കാര്യമാണ്, ഹൗ ഡു യു സീ ഫെയിലിയേഴ്സ്? It's a stepping stone towards success, as simple as that. Because failure is just a second option that happens. You have 2 options: either you succeed or you fail. Just because you fail, you can't stop. എപ്പോഴും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസിൽ വരുന്ന ഒരു റീല, ഒരാൾ ടണലിൽ ഡിഗ് ചെയ്ത് അറ്റത്ത് ഒരു ലൈൻ മണ്ണും കൂടെ കാണും, അപ്പുറത്തൊരു വലിയ ഡയമണ്ടും കിടക്കും. സോ ഐ ഫീൽ ലൈക്ക് നമ്മൾ ഈ ഹ്യൂമൻ ലൈഫ്, ഈ ബോഡിയും ഈ സോളും ഇവിടെ ഒരു ടൈമിലേ കാണത്തുള്ളൂ. ഇനി റിപ്പീറ്റ് ആവത്തില്ല. എൻ്റെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ലൈഫിന് റിപ്പീറ്റ് ആവത്തില്ല. ഞാനിവിടെ നിൽക്കുക, ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുക ആസ് എൻ ആക്ടർ, സുരേഷ് ഗോപി സൺ, whatever, my life is the way it is. I'm only gonna get one shot. അപ്പോൾ ഈ ഒരു ചാൻസ് എനിക്ക് ലൈഫിൽ കിട്ടുമ്പോൾ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു നെവർ ഗിവ് അപ്പ്, ടു കീപ് ഗോയിങ് ആസ് ഫാർ ആസ് ഐ ക്യാൻ. എൻ്റെ ബോഡിക്കും എൻ്റെ മൈൻഡിനും പറ്റുന്ന ഡിസ്റ്റൻസും അതിൻ്റെ അപ്പുറവും മാക്സിമം ശ്രമിച്ചെത്തുമോ എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. അതിന് ഐ കീപ് ട്രൈങ്. സോ ഫെയിലിയർ ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം ഫെയിലിയർ എന്ന് വിചാരിക്കുമ്പോൾ സൈഡിലുള്ള ഒരാൾ അത് കണ്ട് ഓ ഡാം ദാറ്റ്സ് എ ഗുഡ് ലൈഫ് എന്ന് പറയും. അതേ സമയത്ത് ഞാൻ ചിലപ്പോൾ ഹാപ്പി ആവുന്ന ഒരു സാധനം കണ്ടും വേറൊരാൾ കണ്ടിട്ട് പറയും ഇവനെന്ത് ഇതിനൊക്കെ ഹാപ്പി ആവുന്നത്, ഇതൊക്കെയാണോ ഇവൻ്റെ ലൈഫ്. ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ്. നമ്മൾ എത്ര കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ കുറെ പേരുണ്ട്, അവർക്ക് ട്രൈ ചെയ്യാൻ തന്നെ പേടിയാണ്, ശരിയാവോ ആൾക്കാർ ട്രോളോ എന്നോർത്ത് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഫ്യൂച്ചർ ജനറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് കേട്ട് തന്നെ അവിടെ തന്നെ സ്റ്റോപ്പായി പോവുകയാണ്. അങ്ങനെയുള്ളവരോട് എന്താ മാധവിന് പറയാനുള്ളത്, മാധവിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ടേക്ക് ആൻ ആക്ടർ. ഓക്കെ, ഫസ്റ്റ് സിനിമ ട്രൈ ചെയ്തു, ലെറ്റ്സ് സേ ദേ ഓൾസോ ട്രൂലി ബിലീവ് ഞാൻ കൊള്ളത്തില്ല എന്ന് അവർ തന്നെ വിശ്വസിക്കട്ടെ. ഐ വാസ് ദർ. ഞാൻ അവിടെ വെച്ച് നിർത്തി പോയിരുന്നെങ്കിൽ എൻ്റെ സിനിമ കരിയറിലെ റെപ്യൂട്ടേഷൻ വിൽ ഓൾവേസ് ബി ഫെയിൽഡ് ആക്ടർ. ഐ ട്രൈഡ്, ഞാൻ ഓൾറെഡി ആ ഗ്രൗണ്ട് ലെവലിൽ എത്തി, ബാഡ് ആക്ടർ എന്നുള്ള റെപ്യൂട്ടേഷൻ കിട്ടി. Now it's my responsibility to make sure when I stop I'm remembered as a good actor. കാര്യം ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും കാര്യമില്ല, I'm already there. So there's no going down from a certain point. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോകാൻ ഒരു പോയിന്റ് കാണത്തില്ല. That's when you get your bravest, your strongest and your most confident. അത്രയും സ്ട്രോങ് ആണോ ഇപ്പോൾ മാധവ്? എന്നെ താഴോട്ട് തള്ളി ഇറക്കിയ അതേ ആൾക്കാർ തന്നെ ഒരു ഭാഗവതരുന്ന് കേൾക്കുന്നുണ്ടല്ലോ, അവരോട് എന്നും നന്ദി പറയുന്നതിനൊരു കാര്യമുണ്ട്.
ശരിയാ, കാരണം അവരാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ. അല്ല, അവരിൽ ഒരു 10% ആൾക്കാരാണ് അടിച്ചമർത്തി താഴെ കൊണ്ടിരുത്തിയത്. ആ താഴെ കൊണ്ടിരുത്തിയതിന് ശേഷം എനിക്ക് ഇനിയും താഴോട്ട് പോകാനില്ല. സോ ഇനി എന്നെ എത്ര ഇൻസൾട്ട് ചെയ്താലും എത്ര എന്നെ പരിഹസിച്ചാലും ദാറ്റ്സ് നോ ടേക്കിംഗ് മൈ സോൾ ഡൗൺ. എൻ്റെ ഉള്ളിലെ എനർജി ചൈൽഡോ സോളോ ഇനി താഴത്തില്ല. ഇനി ഐ ജസ്റ്റ് കീപ് വർക്കിംഗ്. എന്നെ നമ്പാക്കി കഴിഞ്ഞു. എല്ലാവർക്കും അങ്ങനത്തെ സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഇപ്പൊ അന്ന ചേച്ചിക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും സ്റ്റേജ് ഉണ്ടായിരുന്നത്, അത് ഓവർകം ചെയ്ത ഒരു വ്യക്തിയാണ്. And if anything, what she faced was more വൾഗർന്നേ പറയാൻ പറ്റും. കുറച്ചുകൂടെ അതെങ്ങനെയാണ് എനിക്ക് വാക്കിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് but she knows exactly what I'm talking about. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര പ്രയാസത്തിൽ, ഇപ്പോൾ എൻ്റെ ടീമിലെ ആൾക്കാരെ ഭയങ്കര പ്രയാസത്തിലിരിക്കുമ്പോൾ ഞാൻ പറയും ഡോണ്ട് വറി. ഏതെങ്കിലും എൻ്റെ ഒരു ഇനോഗ്രേഷൻ വീഡിയോയിൽ ഫസ്റ്റ് 4 കമൻറ്റ്സ് വായിക്കുക. അപ്പോൾ നീ എന്നെ നോക്കി കരയും. അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ വരും. ഇറ്റ്സ് ബോധേഡ് ഓർ മാറ്റർ. എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വായിക്കുന്നത് എൻ്റെ അമ്മയാണ്. യു സി, അമ്മയൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം അമ്മ ഓരോ കമൻറ്റും വായിച്ചിട്ട് ഇരുന്ന് ചിരിയ. സോ ഇറ്റ്സ് അവരും ഓക്കെ, ഞാനും ഓക്കെ. എൻ്റെ ചേട്ടനാണെങ്കിലും ചേട്ടൻ ഇപ്പോൾ പുറത്താണ്. മൈ സിസ്റ്റർ ഇൻ ലോ ഈസ് സൂപ്പർ. സോ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അവർ ആ വേൾഡ് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായ ഈ നമ്മൾ താമസിച്ച നമ്മുടെ വേൾഡ് അല്ല, ആ ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലായി. സോ എവ്രി വൺ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. പിന്നെ പറഞ്ഞ പോലെ അല്ലേ, അല്ലല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോഴും ഞാനത് ഒരു സ്ലീവ്ലെസ് ഇട്ട ഫസ്റ്റ് അടി കിട്ടണത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു ഇനോഗ്രേഷനിൽ ഒരു ഡ്രസ്സ് ഇട്ട് വെക്കുന്നത്. സോ ഇറ്റ്സ് മൈ ജോബ് ആൻഡ് ഇറ്റ്സ് മൈ പാർട്ട്. അപ്പം അത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിച്ച്, ഇതൊക്കെ അനുഭവിച്ച്, ഇതൊക്കെ വായിച്ച്, ഇതൊക്കെ സഹിച്ച് നമ്മൾ ഒരു എത്തുമ്പോൾ വി ആർ എക്സ്ട്രീംലി ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാൻ അങ്കമാലി ഡെറസിൽ കണ്ട ആ ഒരു ബോൾഡായ എന്നാന്ന് ചോദിച്ചാൽ അതിലൊരു ട്രിപ്പിൾ അല്ല, അതിലൊരു 10x ബോൾഡ് ആയിരിക്കും ഞാനിപ്പോൾ. കാരണം ഇപ്പോൾ ഐ ഫേസ് ദ വേൾഡ്, ഐ ക്യാൻ ഈസിലി ഫേസ്. ഇപ്പോൾ ഏതെങ്കിലും ബാഡ് സിറ്റുവേഷൻ വന്നാൽ ഇറ്റ്സ് സിമ്പിൾ, വി ഹാവ് ഓപ്ഷൻസ്. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡീൽ ചെയ്യുക, അടിച്ചേക്കാം. ഒത്തിരി കാര്യം പറയാനുള്ള. villains are never born, they're created. അയ്യോ, നിങ്ങളാരും വില്ലൻസ് ആണ്. No, I'm just saying. ഞാനിതിൽ വലിയ ആരെങ്കിലും ലൈഫിൽ ഒരു പോയിന്റിൽ യു മൈറ്റ് ബി യൂസ് ടു എ പേഴ്സൺ. നമ്മൾ ചുറ്റും കാണുന്ന ഒരാളായിരിക്കും. ഫസ്റ്റ് ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ താന്ന് അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും 10 തവണ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് 10ാമത്തെ തവണ അവർ തലപൊക്കി എന്താണെന്ന് തിരിച്ചു ചോദിക്കും. അല്ല, എവരിവൺ ഡിസേർവ്സ് എ ചാൻസ്. എല്ലാവരും ഫെയിലിയർ ആയിക്കോട്ടെ, കിട്ടാത്തവര് will find their chance. they might become villain. ശരിയാ, അവര് സൊസൈറ്റിലി വില്ലൻസ് ആവും. അവരവരുടെ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഇപ്പൊ മാധവനുണ്ട്. namesake villains. And എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, if it's my father, career wise I won't get any help apart from my last name. അതായത് എൻ്റെ പേരിന്റെ മാധവന്റെ അറ്റത്തുള്ള സുരേഷ് ഗോപി, സുരേഷ് നായർ. ബട്ട് പറഞ്ഞു വരുമ്പോൾ മീഡിയയിലും അഗൈൻ എൻ്റെ ഒരു ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും ആ TRP കിട്ടാൻ വേണ്ടി എൻ്റെ പേര് മാറ്റിയിടും, മാധവ് സുരേഷ് ഗോപി എന്നിടും. ബിക്കോസ് മാധവ് സുരേഷ് won't sell, സുരേഷ് ഗോപി ഡസ്. അപ്പം എൻ്റെ പേരിൻ്റെ കൂടെ അതുള്ളപ്പോൾ അതും സെല് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഒരു പേര് തന്ന ഹെൽപ്പ് അല്ലാതെ എൻ്റെ അച്ഛൻ എനിക്കൊരു ഫോൺ കോൾ പോലും ചെയ്യത്തില്ല. സോ whatever I do in this industry, apart from the access that I got, തിരക്കായതുകൊണ്ടാണല്ലോ. if he does like no, it's a way of upbringing. അതായത് അങ്ങോട്ട് വിളിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ഞാൻ അച്ഛാ എനിക്ക് ഇന്ന വർക്കിന്റെ ഒരു കാര്യത്തിന് ഈ ഫോൺ കോൾ ചെയ്ത് തരുമോ, ഇഫ് ഇറ്റ് സിനിമ റിലേറ്റഡ് ഹി വോണ്ട്, ചെയ്യത്തില്ല. കാര്യം സിനിമയിലാണ് നീ നിന്റെ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുന്ന ഒരു അച്ഛനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, ഇത് കാണുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി കേൾക്കുന്ന ഈ 10% ആൾക്കാരിലോ ശരിക്കും ആൾക്കാർ ഇത് കണ്ടിട്ടാണോ പറയുന്നത്, എൻ്റെ അച്ഛനെ അറിഞ്ഞിട്ടാണോ എന്നെ അറിഞ്ഞിട്ടാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല, നമ്മൾ ഇന്ന് തള്ളി പറയുന്ന ഒരു നാളെ ഒരു നല്ല വർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് കൈയടിക്കാനുണ്ടാവും. പക്ഷെ ഇന്ന് തള്ളി പറയുന്ന ആള് നാളെ എന്നെ പറ്റി നല്ലത് പറയുമ്പോഴോ വേറെ ആരെങ്കിലും പറ്റി നല്ലത് പറയുമ്പോഴോ ഈ നല്ല വാക്ക് കേൾക്കുന്ന ആൾ എങ്ങനെയാ ഫുള്ളി മറ്റേ ഒരു ഓപ്പൺ മൈൻഡോട് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? അതായത് ഈ മോശം പറഞ്ഞ ആള് നീയല്ലേ എന്നെ പറ്റി അന്ന് മോശം പറഞ്ഞെന്നുള്ളൊരു തോട്ട് വരാൻ ഉള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെ ഒരു തോട്ട് വന്നാൽ പോലും അത് തെറ്റായിട്ട് പറയാൻ അങ്ങനെ പറയുന്ന സൈസ് ആൾക്കാരാണ് അത്യാവശ്യം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 10% എന്ന് പറയുന്നത്. അതെ, ബാക്കി കുറച്ച് പേഴ്സൻ്റ് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഞാൻ മാധവന്റെ കമന്റ് സെക്ഷനിൽ കണ്ടതാണ്, ഈവൻ ആ ട്രോളിന്റെ താഴെ കണ്ടതാണ്. അവൻ തിരിച്ചു വരും ഫഹദ് ഫാസിൽ വന്നതുപോലെ. അങ്ങനെ ഈ പടത്തിലോട്ട് തിരിച്ചു വരട്ടെ. ഞാൻ ഈ പറയുന്നതിന്റെ അടുത്ത 10%, the positive 10%. They give me the strength to work, so I continue. മാധവന്റെ തിരിച്ചുവരവ് ആയിരിക്കട്ടെ. Okay. തിരിച്ചുവരവ് കരിയർ ബ്രേക്ക് ആണെന്ന് പറയാം. കരിയർ ബ്രേക്ക് ആയി മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗൈസ്. താങ്ക് യു.